ഫൈൻ ട്യൂൺ ടെക്സ്റ്റിലെ ചാപ്റ്റർ 9 ഓക്സിലറി verbs. ആൻഡ് വാട്ട് ഈസ് എൻ ഓക്സിലറി verb? ഓക്സിലറി verb എന്ന് പറയുന്നത് സാധാരണ മെയിൻ വേർബിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഓക്സിലറി verb is also known as helping verbs. ആൻഡ് അതിന് മെയിൻ വേർബിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഹെൽപ്പിംഗ് വേർബ് ടു ദ മെയിൻ വേർബ്. ആ സെൻറ്റൻസിൽ വേറൊരു മെയിൻ വേർബ് കാണും. ആൻഡ് ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എസ്പെഷ്യലി ടു ഷോ ടെൻസ്, മൂഡ്, വോയിസ്. സെൻറ്റൻസിൻ്റെ ടെൻസ് കാണിക്കാനായിട്ട്, പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ, മൂഡ് കാണിക്കാനായിട്ട്, ഇസ് ഇറ്റ് എ കമാൻഡ്, ഇസ് ഇറ്റ് എ റിക്വസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാസീവ് വോയിസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഹി പെയിൻറ്റഡ് ദ കാർ വാസ് പെയിൻറ്റഡ് ബൈ ഹിം. അതിൽ വാസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബാണ്. സോ പാസീവ് വോയിസ് കാണിക്കാനായിട്ട് വി യൂസ് ഓക്സിലറി വേർബ്. For example, in the statement, it is raining, is functions as an auxiliary verb indicating that the action of the main verb, raining, is ongoing. So, ഈ സെൻറ്റൻസിൽ ഈസ് അത് ഒരു ഓക്സിലറി വേർബാണ്. ആൻഡ് അത് ടെൻസ് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ് ദ ആക്ഷൻ ഈസ് കണ്ടിന്യൂയിങ്, അല്ലെ, ഓൺഗോയിങ് ആണ് ആക്ഷൻ എന്ന് കാണിക്കുന്നു. റെയിനിങ് എന്ന് പറഞ്ഞ മറ്റൊരു മെയിൻ വെർബ് സെൻറ്റൻസിലുണ്ട്. അതിൽ ഈസ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ഓക്സിലറി വേർബായിട്ടാണ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ടെൻസ് കാണിക്കാനാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ. നൗ you can just go through the auxiliary verbs in this image. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് അറേഞ്ച്ഡ് ആയിട്ട് കൊടുത്തേക്കുവാണ്. It is divided into 2 sections, primary, auxiliary and models. അപ്പോൾ ആദ്യം നമ്മൾ ഈസിൻ്റെയും വാസിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, ഓക്സിലറി വേർബാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഈസ്, വാസ് ഒക്കെ പ്രൈമറി ഓക്സിലറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. പ്രൈമറി ഓക്സിലറി തന്നെ 3 തരമുണ്ട്. ബി വേർബ്സ് ഉണ്ട്, ഡു വേർബ്സ് ഉണ്ട്, ഹാവ് വേർബ്സ് ഉണ്ട്. അതിൽ ബി വേർബ്സിലാണ് ആം, ഈസ്, വാസ്, ആർ, വെയർ ഒക്കെ വരുന്നത്. ഡു വേർബ്സിലാണ് ഡസ്, ഡു, ഡിഡ് വരുന്നത്. ഹാവ് വേർബ്സിൽ ഹാസ്, ഹാവ്, ഹാഡ് വരുന്നു. ഇനി അത് കൂടാതെ മോഡൽസും ഉണ്ട്. മോഡൽസിനെ നമ്മൾ മോഡൽ ഓക്സിലറി എന്നൊക്കെ പറയാറുണ്ട്. അതിലാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ് എന്നൊക്കെ വരുന്നത്. ഇനി ഇത് കൂടാതെ സെമി മോഡൽസും ഉണ്ട്. അതിൽ നീഡ്, ഡെയർ, യൂസ് ടു, ഔട്ട് ടു അതൊക്കെ വരും. സോ ഇതാണ് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഓക്സിലറി വേർബിൻ്റെ. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു പ്രൈമറി ഓക്സിലറി. നമ്മൾ പറഞ്ഞു പ്രൈമറി ഓക്സിലറി തുടങ്ങുമ്പോൾ 3 തരമുണ്ട്, ബി, ഹാവ്, ഡു. അത് തന്നെ ബി വേർബ്സിനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്, ഹാവിനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്, ഡൂവിനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള പാസ്റ്റ് ഫോംസ് ഉണ്ട്. ഓക്കെ, ഈ പ്രൈമറി ഓക്സിലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ കൻ ഓൾസോ ആക്ട് ആസ് എ മെയിൻ വേർബ്. അതിന് മെയിൻ വേർബായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അതൊരു ഫുൾ വേർബ് അല്ലെങ്കിൽ ലെക്സിക്കൽ, അതിൻ്റെ ഒരു മീനിങ് ഫുൾ വേർബായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ആം ഹാപ്പി. അതിൽ ആം നമ്മൾ പറഞ്ഞു അതൊരു ഓക്സിലറി വേർബാണ്. പക്ഷേ ഇവിടെ അത് ഓക്സിലറി വേർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ മെയിൻ വേർബ്. അത് ഒരു സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഐ ആം ഫീലിംഗ് ഹാപ്പി എന്ന്, ഐ ഫീൽ ഹാപ്പി എന്ന് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആമിന് പകരം നമുക്ക് ആ ഒരു ഫീൽ എന്ന് പറഞ്ഞ മറ്റൊരു മെയിൻ വെർബ് ചേർത്താലും ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആയിരിക്കും. അപ്പം ആം എന്ന് പറയുന്നത് അവിടെ ഒരു ലിങ്കിങ് വേർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലിങ്കിങ് വേർബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ്, എക്സിസ്റ്റൻസ്, ഇതിനെക്കുറിച്ചൊക്കെ അതൊക്കെ കാണിക്കുന്നതാണ് ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ആഡഡ് ടു അഡ്ജക്റ്റീവ്, നൗൺ, എക്സെട്ര. അപ്പോൾ ഇവിടെ ഐ ആം ഹാപ്പി, അതിൽ ആം എന്നുള്ളത് മെയിൻ വേർബാണ്. അനദർ എക്സാമ്പിൾ, ദേ ഡു ദെയർ ഹോംവർക്ക് റെഗുലർലി. അവിടെ ഡൂവിന് ഒരു
മീനിങ് ഉണ്ട്, ഒരു ലെക്സിക്കൽ യൂസ് ഉണ്ട്, അതായത് അതിന് മീനിങ് ഉണ്ട്. അത് ഫുൾ വെർബാണ്. കംപ്ലീറ്റ് എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. വി ക്യാൻ റീപ്ലേസ് ഡു വിത്ത് കംപ്ലീറ്റ്. ദേ കംപ്ലീറ്റ് ദ ഹോംവർക്ക് റെഗുലർലി. ഇങ്ങനെ പറഞ്ഞാലും സെൻറ്റൻസ് മീനിങ് ഫുൾ ആണ്. അപ്പോൾ അവിടെ ഡു മെയിൻ വെർബാണ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഷീ ഹാസ് എ ന്യൂ കാർ. അവിടെ ഹാസ് എന്നുള്ളതിനൊരു മീനിങ് ഉണ്ട്. ഓൺ ചെയ്യുക എന്നൊരു മീനിങ് ആണുള്ളത്. സോ പൊസഷൻ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞ് ഈ പ്രൈമറി വേർബ്സിനൊക്കെ മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ. ഇനി കൂടാതെ അതിന് ഓക്സിലറി വെർബായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പം ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പം അത് മറ്റൊരു വേർബിന് മുന്നേ ആയിരിക്കും വരുന്നത്, മറ്റൊരു മെയിൻ വേർബിന് മുന്നേ ആയിരിക്കും അത് വരുന്നത്. ദേ ആർ കൺസിഡേർഡ് ഹെൽപ്പിംഗ് വെർബ് ഇഫ് ഫോളോഡ് ബൈ അനദർ വേർബ്. ഈ എക്സാമ്പിൾ നോക്കൂ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ആ റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് മെയിൻ വേർബ്. അതിന് മുന്നെയാണ് ആം വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓക്സിലറി വേർബ്. അത് ആ ഒരു ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഡസ് പ്ലേ ദ പിയാനോ. ഇവിടെ ഡസ് ഇസ് എ ഫോം ഓഫ് ഡു അല്ലേ? അവിടെ ഡൂവിൻ്റെ ഒരു ഫോമാണ് ഡസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് കാണിക്കുന്നു. കൂടാതെ ഒരു എംഫസിസ് കൊടുക്കുന്നു, ഒരു ഊന്നൽ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹി പ്ലേസ് ദ പിയാനോ എന്ന് പറയുന്നതിനേക്കാളും ഹി ഡസ് പ്ലേ ദ പിയാനോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഊന്നൽ, ഒരു എംഫസിസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനൊരു ഉപയോഗവും ഡു ഓക്സിലറിക്കുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ്, വി ഹാവ് ഫിനിഷ്ഡ് അവർ പ്രൊജക്റ്റ്. ഹാവ് ഇവിടെ ഒരു ഹെൽപ്പിംഗ് വെർബാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കാണിക്കുന്നു. വി ഹാവ് ഫിനിഷ്ഡ് അവർ പ്രൊജക്റ്റ്. ഫിനിഷ്ഡ് എന്നുള്ളൊരു മറ്റൊരു മെയിൻ വെർബ് അവിടെ ഉണ്ട്. ഹാവ് ജസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് എ ഹെൽപ്പിംഗ് വെർബ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. നൗ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഹാവിൻ്റെ രണ്ട് ഫോം വന്നിട്ടുണ്ട്, ഹാവ്, ഹാഡ്. രണ്ടാമത് വന്നിരിക്കുന്നതാണ് മെയിൻ വേർബ്. ആദ്യത്തെ ഹാവ് ഹെൽപ്പിംഗ് വെർബാണ്. ഓക്കെ, സോ യൂഷ്വലി അങ്ങനെയാണ് വരുന്നത്. മെയിൻ വെർബ് രണ്ടാമതും ആദ്യം വരുന്നത് ഹെൽപ്പിംഗ് വെർബുമാണ്. പിന്നെ ഇതിൻ്റെ മീനിങ് നോക്കുവാണെങ്കിൽ ഹാഡിനൊരു മീനിങ് ഉണ്ട്, ഈറ്റ്, കഴിക്കുക, എയ്റ്റ്. പാസ്റ്റിലാണ് എയ്റ്റ് എന്നുള്ളൊരു മീനിങ് ഉണ്ട്, ലെക്സിക്കൽ മീനിങ് ഉണ്ട്. ഹാവ് ജസ്റ്റ് അവിടെ ടെൻസ് കാണിക്കുന്നേ ഉള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. Sometimes one may find these auxiliaries alone in a sentence, yet they may be auxiliaries because a second verb may be understood after them. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ടൊരു മെയിൻ വെർബ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവിടെ ഒരു മെയിൻ വെർബ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ചില സമയത്ത് ഓക്സിലറി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്, ഇത് ഓക്സിലറി ആണോ മെയിൻ വെർബ് ആണോ എന്ന്. അതിൻ്റെ അർത്ഥം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ്. ഇവിടുത്തെ ഹാവ് ഓക്സിലറി ആണ്, കാരണം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അത് കഴിഞ്ഞിട്ടൊരു വെർബ് വരാം. യെസ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറയാമല്ലോ. സോ അവിടുത്തെ ഈ ഒരു യെസ് ഐ ഹാവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ കൂടിയും ആ ഹാവ് ഒരു ഓക്സിലറി ആണ്. ഷീ പ്രോമിസ് ടു ഹെൽപ്പ് മീ ആൻഡ് ഷീ ഡിഡ്. ഷീ ഡിഡ്, ഈ ഡിഡും ഒരു ഓക്സിലറി ആണ്. നമുക്ക് ഷീ ഡിഡ് ഹെൽപ്പ് മീ എന്നൊരു മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലേ? സോ അത് ഒരു ഓക്സിലറി ആണ്. ഈ ഡിഡൊക്കെ നമുക്ക് പൊതുവേ ഒരു റെപ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഷീ പ്രോമിസ് ടു ഹെൽപ്പ് മീ ആൻഡ് ഷീ ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ അത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. അത് ഒന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഡ് മീ എന്നൊരു ആക്ഷന് പകരം ഡിഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് ഒരു ഓക്സിലറി വേർബാണ്. പിന്നെ ഹാവ് ആസ് എ മെയിൻ വേർബ്. നെക്സ്റ്റ് പ്രൈമറി ഓക്സിലറി ആണ് ഹാവ്. ഹാവും ഇതുപോലെ തന്നെ മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് പല മീനിങ്സ് ഉണ്ട്. ഈറ്റ്, ഡ്രിങ്ക്, ടേക്ക്, റിസീവ്, സ്പെൻഡ്, ഗോ ഫോർ, എക്സ്പീരിയൻസ്, പൊസസ്, അങ്ങനെ പല മീനിങ്സ് വരുന്നുണ്ട്. ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പം ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ, ഡ്രിങ്ക് ചെയ്തു എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഐ ഹാഡ് എ ഹാരോവിങ് ടൈം ആൻസറിങ് ദെയർ ചാർജസ്, അവിടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഐ ഹാഡ്
ഐ എക്സ്പീരിയൻസ്ഡ് എ ഹാരോവിങ് ടൈം. ഐ ഹാഡ് എ ഹാരോവിങ് ടൈം ഒരു ഡിഫിക്കൽട്ട് ടൈം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് 3 brothers and 2 sisters എന്ന് പറയുമ്പം അവിടെ ഒരു പൊസഷനാണ് കാണിക്കുന്നത്. ഐ പൊസസ് 3 brothers and 2 sisters എന്ന് പറയാനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇങ്ങനത്തെ സെൻറ്റൻസിലൊക്കെ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. ഐ ഹാവ് എ ഹെഡേക്ക് അതൊരു സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അത് എന്താണ് ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയുമ്പം ഐ എൻഡ്യോർ എ ഹെഡേക്ക് എന്നൊരു മീനിങ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ മെയിൻ വെർബിൻ്റെ എക്സാമ്പിളാണ്. ഹാവ് ആസ് an auxiliary verb. I have traveled extensively in America. I have traveled. Travel എന്ന് പറഞ്ഞ മെയിൻ വെർബ് ഉണ്ട്, അതിന് മുന്നെയാണ് ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് ടു ഡു ഓൾ ദ വർക്ക് ഇൻ ദ ഓഫീസ്. അവിടെ ഹാവ് ടു എന്ന ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാവ് പ്ലസ് ഇൻഫിനിറ്റീവ് സ്ട്രക്ചറാണിത്. ഇവിടെ ഒരു ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു കടമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ഹാവ് ടു എന്നുള്ളൊരു ഫോം യൂസ് ചെയ്യാറുള്ളത്. ഐ ഹാവ് ടു ഡു ദിസ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ് എ ഹോം വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് പ്ലസ് ഇൻഫിനിറ്റീവ് സ്ട്രക്ചറാണ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പം വെർബിൻ്റെ ബേസ് ഫോം. ഓക്കെ. ഹാവിങ് തോട്ട് അബൌട്ട് ദ കോൺസിക്വൻസസ് ഹി ഡിസൈഡഡ് നോട്ട് ടു റിസൈൻ. ഹാവിങ് തോട്ട്, ഇവിടെ തോട്ട് എന്ന് പറയുന്നത് ഒരു വേർബാണ്. ചിന്തിച്ചു എന്നാണ് അർത്ഥം. ഹാവിങ് തോട്ട്, ഹാവിങ് പ്ലസ് തിങ്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തോട്ട് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാവും എന്താണ്, ഒരു ഓക്സിലറി വേർബാണ്. ബി ആസ് എ ഫുൾ വേർബ്. ബിയുടെ പല ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈസ്, ആർ, വാസ്, വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ ബിയുടെ ഫുൾ വേർബ് ഫോം നോക്കാം. ദർ ഈസ് എ ഹിൽ ബിസൈഡ് ദ സിൽവർ തേംസ്. ദർ ഈസ് എ ഹിൽ എന്ന് പറയുമ്പം ദർ എക്സിസ്റ്റ് എന്നൊരു മീനിങ് ആണ് ആ ഈസിന് വരുന്നത്. സോ എന്താണിത്, ഒരു ഓക്സിലറി വേർബാണ്. ഗോഡ് ഈസ് ഇൻ ഹിസ് ഹെവൻ. ഗോഡ് ഈസ് ഇൻ ഹിസ് ഹെവൻ, അവിടെയും ഈസിൻ്റെ ഒരു മീനിങ് ഉണ്ട്. എന്താണ് മീനിങ്? എക്സിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഗോഡ് ഈസ് സിറ്റുവേറ്റഡ് എന്നൊരു, ഗോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഹെവനിലാണ് എന്നൊരു മീനിങ് ആണ്. ഐ ആം ദ മൊണാർക്ക്, അവിടെയും ആം ഒരു ലിങ്കിങ് വേർബായിട്ട് ആക്ട് ചെയ്യുന്നു. ഐഡൻറ്റിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഐ ആം ദ മൊണാർക്ക്. ലിങ്കിങ് വേർബ്സിൻ്റെ എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ലിങ്കിങ് വേർബ്സ് കണക്ട് സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ടു എ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ലിങ്കിങ് വേർബ്സ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിനോട് കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് മൊണാർക്കാണ്, അതൊരു നൗണാണ്. സോ അത് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം, നൗണാകാം, പ്രോനൗണാകാം, അഡ്ജക്റ്റീവ് ആകാം. സോ ഐ ആം ദ മൊണാർക്ക്. ആം ഇവിടെ ഒരു ലിങ്കിങ് വേർബാണ്. The lamp is on the table. Lamp exists on the table. How much is that dress? ഇവിടെ ഈസിന് കോസ്റ്റ് എന്നൊരു മീനിങ് ആണ്. ഓക്കെ. How much does that dress cost? എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. Be as an auxiliary verb. The car was repainted. നമ്മൾ പറഞ്ഞു ഓക്സിലറി വേർബ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പാസീവ് ഫോംസ് ഒക്കെ എഴുതാനായിട്ട് പറ്റുന്നത്. നോക്കൂ, ദ കാർ വാസ് റീപെയിൻറ്റഡ് എന്നുള്ളത്, ഹി റീപെയിൻറ്റഡ് ദ കാർ എന്ന പകരം ആക്റ്റീവ് വോയിസിന് പകരം പാസീവ് വോയിസിൽ നമുക്ക് എഴുതണമെങ്കിൽ ദ കാർ വാസ് റീപെയിൻറ്റഡ് എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്യണം. സോ ഇറ്റ് ഹെൽപ്സ് ടു ഫോം എ പാസീവ് വോയിസ്. ദേ ആർ റീപെയിൻറ്റിങ് ദ കാർ. ദേ ആർ റീപെയിൻറ്റിങ് ദ കാർ, ഇവിടെ ആറ് കണ്ടിന്യൂസ് ടെൻസ് കാണിക്കുന്നു. ഹി ഈസ് ടു റിമെയിൻ ഹിയർ ടിൽ 5 o'clock. ഈസ് ടു ബി പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമാണ്. അതായത് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇവിടെ ഈസ് ടു എന്നുള്ളൊരു ആ ഒരു സ്ട്രക്ചർ, ഈസ് ടു ആകാം, ആർ ടു, വെയർ ടു, ഇതൊക്കെ എന്താണ്, ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസ് ടു നമുക്ക് വേറെ രീതിയിലും യൂസ് ചെയ്യാം. ദ പ്രസിഡൻറ്റ് ഈസ് ടു ഇനാഗുറേറ്റ് ദ ന്യൂ ബിൽഡിംഗ്. ഇവിടെ അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. ദ പ്രസിഡൻറ്റ് ഈസ് ടു ഇനാഗുറേറ്റ്, പ്രസിഡൻറ്റ് വന്ന് ഇനാഗുറേറ്റ് ചെയ്യും, അതാണ് രീതി, അത് അങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദി പ്രസിഡൻറ്റ് ഈസ് ടു ഇനാഗുറേറ്റ് ദ ന്യൂ ബിൽഡിംഗ്. മുമ്പത്തെ എക്സാമ്പിൾ ഹി ഈസ് ടു റിമെയിൻ ഹിയർ ടിൽ 5 o'clock എന്ന് പറയുമ്പോൾ അതൊരു ഓർഡറാണ്, ഒരു കമാൻഡാണ്.
അങ്ങനെ ചെയ്തിരിക്കണം. ഹി ഈസ് ടു റിമെയിൻ ഹിയർ ടിൽ 5 o'clock. ഇനി ഡു ആസ് എ ഫുൾ verb. Do as a full verb has such meanings as to perform something, to study something, etc. അപ്പോൾ ഡൂവിന് ഒരു മീനിങ് ഉണ്ട്, ഒരു ആക്ഷൻ കാണിക്കുന്നു അല്ലേ. ഹി ഡിഡ് ഇറ്റ് വെരി വെൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു വേർബ് കൊണ്ട് നമുക്കതിനെ എന്താണ് റീപ്ലേസ് ചെയ്യാം. ഹി പെർഫോംഡ് ഇറ്റ് വെരി വെൽ എന്ന് പറയാം. ഈ സെൻറ്റൻസിൽ ഡിഡിനൊപ്പം മീനിങ് ഉണ്ട്. ഹി ഈസ് ഡൂയിങ് മെഡിസിൻ. ഈ സെൻറ്റൻസിലും ഡൂവിന് ഒരു മീനിങ് ഉണ്ട്. എന്താണ്? സ്റ്റഡിയിങ് എന്നൊരു മീനിങ് ഉണ്ട്. സോ അങ്ങനെ പല മീനിങ് ഡുവിന് വരാം. ഇനി ഓക്സിലറി വെർബായിട്ട് ഡു ആക്ട് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഡൂവിനെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനായിട്ട് പൊതുവെ എന്താണ്? ഡു ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോം വർക്ക്? ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോം വർക്ക്? ഐ കംപ്ലീറ്റഡ് മൈ ഹോം വർക്ക് എന്ന് പറഞ്ഞ സെൻറ്റൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡു ആഡ് ചെയ്യണം അല്ലേ. ഡിഡ് യു. നൗ ടു ഫോം നെഗറ്റീവ്സ്, ഹി ടേൺഡ് അപ്പ് ഫോർ ദ പാർട്ടി. അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ നെഗറ്റീവ് ആക്കണം. ഹി ഡിഡ് നോട്ട് ടേൺ അപ്പ് ഫോർ ദ പാർട്ടി. അപ്പം നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താണ്? ഡൂവും കൂടെ ആഡ് ചെയ്യണം. ഡിഡ് നോട്ട്. ടു ഷോ എംഫസിസ്, ഡു എംഫസിസ് കൊടുക്കാൻ, ഒരു ഊന്നൽ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഐ ബിലീവ് ഹീസ് എ ഫ്രോഡ് എന്ന് പറയുന്നതിനേക്കാളും ഐ ഡു ബിലീവ് ഹീസ് എ ഫ്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിലൊരു ഉറച്ചതായിട്ട് പറയുന്ന പോലെ തോന്നാറുണ്ട്. ടു അവോയ്ഡ് റെപ്പറ്റീഷൻ, ഈ എക്സാമ്പിളും മുൻപേ പറഞ്ഞതാണ്. ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ ആൻഡ് ഷീ ഡിഡ്. ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ ആൻഡ് ഷീ ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ ഒരു റെപ്പറ്റീഷനാണ്. അതിന് പകരം നമുക്ക് എന്താണ്? ഷീ ഹെൽപ്ഡ് മീ എന്ന് പറയുന്നതിന് പകരം ഷീ ഡിഡ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്സിലറി വേർബ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആണ് മോഡൽ ഓക്സിലറീസ്. There is another class of auxiliaries known as modal auxiliaries. The word modal comes from mood. Mood in grammar refers to that form of the verb which shows whether what is being said is possible, certain, desirable, doubtful, etc. Modal auxiliaries, as the name suggests, help the main verb to achieve clearer meaning by suggesting the mood. അപ്പം മോഡൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൂഡ് എന്നാണ്. മോഡൽ ഓക്സിലറീസ് ലൈക്ക് കുഡ്, ഷുഡ്, മസ്റ്റ്, ഇതൊക്കെ മേ, ക്യാൻ, ഇതൊക്കെ എന്താണ്? ഒരു പോസിബിലിറ്റി കാണിക്കാൻ, എബിലിറ്റി കാണിക്കാൻ, ഡിസൈറബിലിറ്റി കാണിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ ഓക്സിലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആ സെൻറ്റൻസിന് ഒരു മൂഡ് കൊടുക്കുന്നു. അതുപോലെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മീനിങ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ മോഡൽ ഓക്സിലറീസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മോഡൽ ഓക്സിലറീസ് ഗിവൺ ബിലോ അലോങ് വിത്ത് എ കോൺട്രാക്റ്റഡ് നെഗറ്റീവ് ഫോംസ്. എക്സാമ്പിൾസ് ആണ്. അതിൽ ബ്രാക്കറ്റിൽ നെഗറ്റീവ് ഫോംസും കൊടുത്തിട്ടുണ്ട്. ക്യാൻ, കാൺട്ട്, കുഡ്, കുഡിൻറ്റ്, മേ, മെയിൻറ്റ്, mightn't, shall, shan't, will, won't, would, wouldn't, must, mustn't, out to, oughtn't, and need, needn't, used to, usen't, and dare, daren't. First one, can and can't. This derives from an Old English word which means to know, and so its primary meaning is to know how to do something or to be able or powerful enough to do something. അപ്പോൾ ക്യാൻ എന്നുള്ള വാക്ക് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് എബിലിറ്റി കാണിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഹി ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് ഫ്ലുവൻ്റ്ലി, അത് ആ ഒരു വ്യക്തിയുടെ അബിലിറ്റിയാണ് കാണിക്കുന്നത്. അനദർ യൂസ് ഓഫ് ക്യാൻ ഇസ് ടു ഷോ പോസിബിലിറ്റി ഓഫ് എ തിയറിറ്റിക്കൽ കൈൻഡ്. തിയറിറ്റിക്കൽ കൈൻഡ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ്സ് ക്യാൻ ഹാപ്പൻ എനി ടൈം എന്ന് പറഞ്ഞാൽ അതൊരു തിയറിറ്റിക്കൽ പോസിബിലിറ്റിയാണ്. 100% അത് നടക്കണമെന്നില്ല, പക്ഷേ ഒരു തിയറിറ്റിക്കൽ പോസിബിലിറ്റിയാണ്. ഇപ്പോൾ അത് നടക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു കോമൺ ട്രെൻഡാണ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്, അല്ല തിയറിറ്റിക്കൽ പോസിബിലിറ്റിയാണ്. സോ അങ്ങനത്തെ പോസിബിലിറ്റി കാണിക്കാനായിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. അതുപോലെ പെർമിഷൻ ചോദിക്കാനായിട്ട് ക്യാൻ യൂസ് ചെയ്യാം. ക്യാൻ ഐ ഗോ ഹോം ഏർലിയർ ടുഡേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെയാണ് കുഡ്, കുഡിൻറ്റ്. കുഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു ഷോ എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. ഇപ്പോഴത്തെ എബിലിറ്റി കാണിക്കാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുമെങ്കിൽ പാസ്റ്റിലെ എബിലിറ്റി കാണിക്കാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഹി കുഡ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ബട്ട് ഹി ഡിഡിൻറ്റ്. അവൻ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു, പക്ഷേ അവൻ ആൻസർ ചെയ്തില്ല. ആ അർത്ഥത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുഡാണ് യൂസ് ചെയ്യേണ്ടത്, പാസ്റ്റ് എബിലിറ്റി. However, if you want to suggest ability plus performance,
വാസ് ഏബിൾ ടു വുഡ് ബി എ ബെറ്റർ ചോയ്സ്. നമുക്ക് എബിലിറ്റിയോടൊപ്പം ഒരു പെർഫോമൻസും കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ കഴിവുണ്ട്, ആ കഴിവിൻ്റെ മീൻസ് റിസൾട്ടും കൂടെ നമുക്ക് അതിൽ പറയണമെന്നുണ്ടെങ്കിൽ വാസ് ഏബിൾ ടു ആയിരിക്കും കുഡ് യൂസിന് പകരം ബെറ്റർ ഓപ്ഷൻ. ഹി വാസ് ഏബിൾ ടു ടൈഡ് ഓവർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ദ എൻഡ്. അവസാനം അവന് എല്ലാ ഡിഫിക്കൽട്ടീസും തരണം ചെയ്യാൻ സാധിച്ചു. ഹി വാസ് ഏബിൾ ടു ഡു ദാറ്റ്. ഒരു ഗുഡ് റിസൾട്ട് ഉണ്ടായി എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ വാസ് ഏബിൾ ടു ആണ് യൂസ് ചെയ്യുന്നത്. എബിലിറ്റി പ്ലസ് പെർഫോമൻസ് പറയുകയാണെങ്കിൽ വാസ് ഏബിൾ ടു ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇൻ അഡീഷൻ ടു ദിസ് കുഡ് ക്യാൻ എക്സ്പ്രസ് പോസിബിലിറ്റി, റിക്വസ്റ്റ് ഓർ പെർമിഷൻ. ഫോർ എക്സാമ്പിൾ, യു കുഡ് ഹവ് വൺ ദ ഗെയിം. അപ്പം യു കുഡ് ഹവ് വൺ ദ ഗെയിം എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് എ പോസിബിലിറ്റി. അങ്ങനെ നിനക്ക് ജയിക്കാമായിരുന്നു എന്നൊരു പാസ്റ്റിലെ ഒരു പോസിബിലിറ്റിയാണ്. അത് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. കുഡ് യു സ്പീക്ക് ടു അസ് അബൌട്ട് യുവർ പൊളിറ്റിക്കൽ ലൈഫ്. അതൊരു റിക്വസ്റ്റാണ്. കുഡ് യു ഡു ഇറ്റ്, അതൊരു റിക്വസ്റ്റാണ്. റിക്വസ്റ്റിന് വേണ്ടി നമുക്ക് കുഡ് യൂസ് ചെയ്യാം. പെർമിഷൻ ചോദിക്കാനായിട്ട് കുഡ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ. പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. നൗ നെക്സ്റ്റ്, മേ മൈറ്റ്. ബോത്ത് മേ ആൻഡ് മൈറ്റ് ഷോ പോസിബിലിറ്റി ആൻഡ് പെർമിഷൻ. ക്യാൻ പോലെ തന്നെ നമുക്ക് പോസിബിലിറ്റി പെർമിഷനൊക്കെ ചോദിക്കാനായിട്ട് മെയും മൈറ്റും യൂസ് ചെയ്യാം. പക്ഷേ മെയും മൈറ്റും കുറച്ചും കൂടെ ഫോമലാണ്. വൈൽ ക്യാൻ ഷോസ് തിയററ്റിക്കൽ പോസിബിലിറ്റി, മേ ഷോസ് ഫാക്ച്വൽ പോസിബിലിറ്റി. ക്യാൻ പോസിബിലിറ്റി കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അത് ഫാക്ച്വൽ പോസിബിലിറ്റി അല്ല, തിയററ്റിക്കൽ പോസിബിലിറ്റിയാണ്. ഇവിടെ മേ മൈറ്റൊക്കെ കാണിക്കുന്നത് എന്താണ്? ഫാക്ച്വൽ പോസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പൊളിറ്റിക്കൽ റാലി ഇൻ ദ ആഫ്റ്റർനൂൺ, വെഹിക്കുലർ ട്രാഫിക് മേ ബി അഫക്റ്റഡ് എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റാലി ഉണ്ട്, അതുകൊണ്ട് വെഹിക്കുലർ ട്രാഫിക് മേ ബി അഫക്റ്റഡ്. അത് വളരെ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് അല്ലേ. ട്രാഫിക് ഉള്ളത് കൊണ്ട് എന്താണ്, പൊളിറ്റിക്കൽ റാലി ഉള്ളത് കൊണ്ട് ട്രാഫിക് ഉണ്ടാകും എന്നുള്ളതൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഫാക്ച്വലായിട്ടുള്ള പോസിബിലിറ്റിയാണ്. ദ വെഹിക്കിൾ ലോസ്റ്റ് ഇറ്റ്സ് കൺട്രോൾ, ആൻ ആക്സിഡൻറ്റ് മേ ഹാപ്പൻ. അപ്പം അതും ഒരു ഫാക്ച്വൽ പോസിബിലിറ്റിയാണ്, നടക്കാൻ വളരെ സാധ്യതയുള്ള കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് വി ക്യാൻ യൂസ് മേ. മൈറ്റ് നമുക്ക് പോസിബിലിറ്റി കാണിക്കാനായിട്ട് മൈറ്റ് യൂസ് ചെയ്യാം. ഒരു ഡിസ്റ്റൻറ്റ് പോസിബിലിറ്റി ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടു നൈറ്റ് ബട്ട് ഇറ്റ് മൈറ്റ് എന്ന് പറയുമ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് ഒരു നല്ല വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഒരു സാധ്യതയുണ്ട്, പക്ഷെ ഒരു ഡിസ്റ്റൻറ്റ് സാധ്യതയേ ഉള്ളൂ, ഒത്തിരി സാധ്യതയൊന്നുമില്ല. അങ്ങനെ ഒരു മീനിങ് നമുക്ക്, അങ്ങനെ ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടു നൈറ്റ് ബട്ട് ഇറ്റ് മൈറ്റ്. ഇനി ക്യാൻ, മേ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം പെർമിഷൻ ചോദിക്കാനായിട്ട്. മേയും പെർമിഷൻ ചോദിക്കാനായിട്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, മേ ഐ കം ഇൻ സർ. ഇഫ് യു യൂസ് മൈറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് മേ ടു സജസ്റ്റ് പെർമിഷൻ, ഇറ്റ് യൂഷ്വലി വിൽ സജസ്റ്റ് ഹെസിറ്റേഷൻ. ഇനി പെർമിഷന് വേണ്ടി നമുക്ക് മൈറ്റും യൂസ് ചെയ്യാം, പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ്, ഒരു ഹെസിറ്റേഷനോട് കൂടി ചമ്മി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. മൈറ്റ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു മടിച്ച് ചോദിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് മൈറ്റ് യൂസ് ചെയ്താൽ തോന്നുക. നമ്മൾ പൊതുവേ അങ്ങനെ മൈറ്റ് യൂസ് ചെയ്യാറില്ല, മേ ആണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, മസ്റ്റ് ഷോസ് ഒബ്ലിഗേഷൻ റിസൾട്ടിങ് ഫ്രം വിതിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻഫറൻസ്. മസ്റ്റിൻ്റെ പല യൂസാണ് പറഞ്ഞത്. ഒബ്ലിഗേഷൻ ആദ്യത്തെ, വി മസ്റ്റ് ഹെൽപ്പ് ദ പുവർ. നമ്മൾ ദരിദ്രരായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അതൊരു എന്താണ്, ഒരു കടമയായിട്ടാണ് പറയുന്നത്, ഒബ്ലിഗേഷൻ. വി മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ 5 o'clock. വളരെ ഡിറ്റർമിൻഡ് ആയിട്ടൊരു കാര്യം പറയുവാണ്, തീർച്ചപ്പെടുത്തി ഞാനിത് ചെയ്തിരിക്കും. വി മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ 5 o'clock. ഹി മസ്റ്റ് ഹാവ് ഗോട്ട് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി ലാസ്റ്റ് പറയുകയാണ്, ഹി മസ്റ്റ് ഹാവ് ഗോട്ട് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. ഒരു ഇൻഫറൻസ് ആണ്, ലാസ്റ്റ് എല്ലാം മനസ്സിലാക്കിയ ശേഷം നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് അവിടെ, ഹി മസ്റ്റ് ഹാവ് ഗോട്ട് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. അതിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. വൈൽ മസ്റ്റ് ഷോസ് ഒബ്ലിഗേഷൻ, മസ്റ്റ് നോട്ട് ഷോസ് പ്രൊഹിബിഷൻ. മസ്റ്റ് നോട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ
ഒരു കാര്യം ചെയ്യാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്, അതിനൊക്കെ നമ്മൾ മസ്റ്റ് നോട്ട് യൂസ് ചെയ്യാം. മസ്റ്റ് ക്യാൻ മീൻ ഒബ്ലിഗേഷൻ ആസ് ഫെൽറ്റ് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഓർ പെർമനൻറ്റ് റൂളിങ്സ്. മസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഒബ്ലിഗേഷൻ അറ്റ് പ്രസൻറ്റ്, ഇപ്പോഴുള്ള കടമ പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പെർമനൻറ്റ് റൂളിങ്, അതായത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത്, ഒരു പെർമനൻറ്റ് റൂളാണ്, അത് പറയാനും നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. യു മസ്റ്റ് സ്റ്റേ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ അറ്റ് പ്രസൻറ്റ്. യു മസ്റ്റ് കീപ് ടു ദി റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും റൈറ്റ് സൈഡ് ചേർന്ന് വേണം പോകാനായിട്ട് എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള റൂളാണ്, അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. ഔട്ട് ടു, ഔട്ട് ടു ഒരു മോഡൽ ഓക്സിലറി ആണ്, സെമി മോഡൽസ് ആണ്. ഔട്ട് ടു ഷോസ് മോറൽ ഒബ്ലിഗേഷൻ, ഒരു കടമ എന്നൊരു ഒരു കർത്തവ്യം, ഒരു മോറലായിട്ടുള്ളൊരു കർത്തവ്യമാണ് ഔട്ട് ടു. അതുപോലെ ഡിസൈറബിലിറ്റി കാണിക്കാനും നമുക്ക് ഔട്ട് ടു യൂസ് ചെയ്യാം. സോ ഔട്ട് ഈസ് ഫോളോഡ് ബൈ ടു ഇൻഫിനിറ്റീവ്. ഔട്ടിന് ശേഷം നമ്മൾ ഔട്ട് ടു ഇൻഫിനിറ്റീവ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പം വെർബിൻ്റെ V1 ഫോം. യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ, ദാറ്റ് ഈസ് എൻ ലൈക്ക് യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ, അതായിരിക്കും ഉചിതമായ കാര്യം, ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം. ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് ദ നെഗറ്റീവ് ഫോം ഓഫ് ഔട്ട് ഈസ് ഓഫൻ യൂസ്ഡ് വിത്തൗട്ട് ടു. ഔട്ടിൻ്റെ നെഗറ്റീവ് ഫോമിൽ നമ്മൾ ടു യൂസ് ചെയ്യാറില്ല, നമ്മളത് സ്കിപ്പ് ചെയ്യും. യു ഔട്ട് നോട്ട് ലെറ്റ് ഡൗൺ യുവർ പീപ്പിൾ, യു ഔട്ട് ടു നോട്ട്, അങ്ങനെയില്ല, ടു അവിടെ യൂസ് ചെയ്യുന്നില്ല. യു ഔട്ട് നോട്ട് ലെറ്റ് ഡൗൺ യുവർ പീപ്പിൾ, അപ്പോൾ നമ്മൾ ടു സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുക നെഗറ്റീവ് കാണിക്കുമ്പോൾ. നെക്സ്റ്റ് ആണ് ഷാൾ. ദി യൂസേജ് ഓഫ് ഷാൾ വിത്ത് ഡിഫറെൻറ്റ് പേഴ്സൺസ് റിഫ്ലെക്ട്സ് ട്രഡീഷണൽ ആൻഡ് നുവാൻസ് ആസ്പെക്ട്സ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഷാൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിലൊക്കെ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. അതിനും സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സണിൽ നമ്മൾ പൊതുവേ ഷാൾ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പം ഐ, വി, അതൊക്കെ ഒരു ഫ്യൂച്ചർ ആക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഷാൾ. ഒരു പ്ലാനൊക്കെ കാണിക്കാൻ, ഐ ഷാൾ മീറ്റ് ഹിം ടുമോറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്ലാൻ അവിടെ കാണിക്കുന്നത്, ഐ ഷാൾ മീറ്റ് ഹിം ടുമോറോ, ഫ്യൂച്ചർ ആക്ഷൻ. ഇനി സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിലൊക്കെ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. അതൊരു കമാൻഡ് പറയാനോ, ത്രെറ്റ് പറയാനോ, ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. യു ഷാൾ വെക്കേറ്റ് ദ പ്രമിസസ് ബിഫോർ 5 o'clock ടുമോറോ, യു ഷാൾ വെക്കേറ്റ് ദ പ്രമിസസ് ബിഫോർ 5 o'clock ടുമോറോ എന്ന് പറയുമ്പോൾ അതൊരു ഓർഡറാണ്, ഒരു കമാൻഡാണ്. ഇനി ഫസ്റ്റ് പേഴ്സൺ ഇൻറ്ററഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം ഫസ്റ്റ് പേഴ്സണിൽ. ഷാൾ വി ഗോ ഔട്ട് ഫോർ എ വാക്ക്, ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതിന് നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്ട്രിക്ട്ലി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് പേഴ്സണിൽ ഈ രീതിയിൽ എന്താണ് പ്രൊഡക്ഷൻ പറയാനേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, സെക്കൻഡ് പേഴ്സണിൽ എന്താണ് കമാൻഡ് ചെയ്യാനേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ടെക്സ്റ്റിൽ ഇങ്ങനെയൊക്കെ ഒരു നിർദ്ദേശങ്ങളുണ്ട്. ഇത് പൊതുവേ ഇങ്ങനെയാണ്, ലൈക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് കോൺവെർസേഷണൽ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ വേണേലുമൊക്കെ യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി വിൽ, വോണ്ട്. വില്ലിൻ്റെ നെഗറ്റീവാണ് വോണ്ട്. ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് വില്ലും ഷാളും ഒക്കെ നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ത്രെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഒരു ഭീഷണി. ഇറ്റ്സ് ഓൾസോ ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഡിറ്റർമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല യൂസിലും നമ്മൾ വില്ല് യൂസ് ചെയ്യാറുണ്ട്. ജോൺ വിൽ ടേക്ക് ഓവർ ആസ് ദ ന്യൂ CEO ടുമോറോ, ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. യു വിൽ പേ ഫോർ ഇറ്റ്, ഒരു ഭീഷണിയാണ്. യു വിൽ പേ ഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭീഷണിയാണ്, ത്രെറ്റ്. വി വിൽ റിവാർഡ് യു ഇഫ് യു സ്റ്റാൻഡ് ബൈ അസ്, അതൊരു പ്രോമിസാണ്. വി വിൽ റിവാർഡ് യു. വിൽ യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ, അതൊരു റിക്വസ്റ്റാണ്. ദേ വിൽ ഫൈറ്റ് ടു ദ ബിറ്റർ എൻഡ്, ദേ വിൽ ഫൈറ്റ് ടു ദ ബിറ്റർ എൻഡ്, അതൊരു ഡിറ്റർമിനേഷനാണ്, ഉറച്ച ഒരു തീരുമാനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഷുഡ്, ഷുഡിൻറ്റ്. ഷുഡ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് റൈറ്റ് ഓർ ദ ബെസ്റ്റ് തിങ് ടു ഡു, ഏറ്റവും ഉചിതമായ കാര്യം എന്താണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡ് കൺസൾട്ട് യുവർ പേരൻസ് ബിഫോർ യു ടേക്ക് എ ഡെസിഷൻ അബൌട്ട് ഇറ്റ്,
നിങ്ങൾ പേരൻസിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. അതാണ് ഉചിതമായിട്ടുള്ള കാര്യം. ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ യു ഷുഡ് സ്റ്റാർട്ട് സേവിങ് മണി ഫോർ ഫ്യൂച്ചർ എക്സ്പെൻസസ്. ഫ്യൂച്ചറിന് വേണ്ടി പൈസ സേവ് ചെയ്യണം. അതൊരു അഡ്വൈസാണ്. ആസ്ക് ഫോർ അഡ്വൈസ്. ഇനി അഡ്വൈസ് ചോദിക്കാനും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ മിസ് ദ ഡെഡ് ലൈൻ ഫോർ ദ പ്രോജക്റ്റ്? ഷുഡ് ഐ അറ്റൻഡ് ദാറ്റ് വെഡിങ്? ഇതൊക്കെ അഡ്വൈസ് ചോദിക്കാനാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ചോദിക്കാനായിട്ട്. ഐ ഷുഡ് അപ്രിഷിയേറ്റ് ഇറ്റ് ഇഫ് യു കുഡ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു അക്സെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ. അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഷുഡ് വെച്ചിട്ട്. ടു ഷോ വാട്ട് ഈസ് ലൈക്ലി പോസിബിലിറ്റി. ലൈക്ലി പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ള പോസിബിലിറ്റി, അതിനാണ് ലൈക്ലി പോസിബിലിറ്റി എന്ന് പറയുന്നത്. അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ടുഡേ ഈസ് സൺഡേ, ദ റോഡ്സ് ഷുഡ് ബി ലെസ് ക്രൗഡഡ്. ഗിവൺ ദ വെദർ ഫോർകാസ്റ്റ്, ഇറ്റ് ഷുഡ് റെയിൻ ലേറ്റർ ടുഡേ. ടുഡേ ഈസ് സൺഡേ, ദ റോഡ് ഷുഡ് ബി ലെസ് ക്രൗഡഡ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് റോഡ് എന്താണ് ട്രാഫിക് അത്ര ഇല്ലായിരിക്കും എന്നുള്ളത് വളരെ ലൈക്ലി ആയിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെ നടക്കാനേ സാധ്യതയുള്ളൂ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മൈറ്റ്. മൈറ്റ് പറയുന്ന ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. പക്ഷേ ഷുഡ് പറയുന്നത് വളരെ സേർട്ടൺ ആയിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ്. കുറച്ചും കൂടെ സേർട്ടൺ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ് ഷുഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓരോ മോഡൽ വെർബ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ പോസിബിലിറ്റിയിലൊരു ഡിഗ്രിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ടു ഷോ ദാറ്റ് സംതിങ് ദാറ്റ് വാസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. ഓക്കെ, ഷുഡിൻ്റെ മറ്റൊരു യൂസ് ആണ് ടു ഷോ ദാറ്റ് സംതിങ് ദാറ്റ് വാസ് എക്സ്പെക്റ്റഡ് ഡിഡ് നോട്ട് ഹാപ്പൻ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം നടന്നില്ല, നെഗറ്റീവായിട്ടാണ് റിസൾട്ട് ഉണ്ടായത്. ഓക്കെ, ഹീ ഷുഡ് ബി ഹാപ്പി ഹീ ഈസ് നോട്ട് ഇൻ ജയിൽ. ഹീ ഷുഡ് ബി ഹാപ്പി ഹീ ഈസ് നോട്ട് ഇൻ ജയിൽ. ലൈക്ക് വി എക്സ്പെക്റ്റഡ് ഹിം ടു ബി ഇൻ ദ ജയിൽ ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദ പാക്കേജ് വാസ് ഇൻ ലോസ് ഡ്യൂറിങ് ഷിപ്പിംഗ്. അപ്പം വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അതൊക്കെ എന്താണ് ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതല്ല സംഭവിച്ചത്. സോ ആ രീതിയിലൊക്കെ നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ഷുഡ്. ആൻഡ് നൗ വുഡ് ആൻഡ് വുഡൻറ്റ്. വുഡ് ഈസ് സംടൈംസ് ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ ഫ്രം വിൽ. ഇറ്റ് ഈസ് എ ലെസ് ഡെഫിനിറ്റ് വിൽ. വില്ലിനേക്കാളും കുറച്ചും കൂടെ ലെസ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഓക്സിലറി വേർബാണ് വുഡ്. These examples highlight the nuanced ways in which would is used to convey probability, hypothetical situations, past habits and refusals. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പം ഇമാജിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നടക്കാൻ സാധ്യതയില്ലാത്ത സിറ്റുവേഷൻസ്, അതിനൊക്കെ നമുക്ക് എന്താണ് വുഡ് യൂസ് ചെയ്യാം. അതായത് ഇഫിൻ്റെ കൂടെ ഇഫ് ക്ലോസിൻ്റെ കൂടെ 3 കണ്ടീഷൻസ് ഉണ്ട്. ടൈപ്പ് 1 കണ്ടീഷണൽ, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 കണ്ടീഷണൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യാറ്. അത് കുറച്ചും കൂടെ ഹൈ പോസിബിലിറ്റി ഉള്ളത്. ടൈപ്പ് 2 ആൻഡ് 3 കണ്ടീഷനിൽ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ടൈപ്പ് 2 കണ്ടീഷണലിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. നമ്മൾ എന്താണ് വർക്ക് ഹാർഡ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായില്ല. അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇഫ് യു ഹാഡ് എന്താണ് നിങ്ങൾ ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നിങ്ങൾ സിമ്പിൾ പാസ്റ്റാണ്, നിങ്ങൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ടൈപ്പ് 3 കണ്ടീഷനിലും നമുക്ക് വുഡ് തന്നെ യൂസ് ചെയ്യാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ആ രീതിയിൽ നമുക്ക് വുഡ് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് കാണിക്കാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. അതാണ് സെക്കൻഡ് യൂസ്. In 1990, George met Mary, whom he would marry the next year. ഇത് ഒരു പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. പണ്ടത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പം ആ സമയത്തെ ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണ്. 1990 ജോർജ് മേരീനെ പിന്നീട് കണ്ടുമുട്ടും, എന്നിട്ട് മാരി ചെയ്യും. ബട്ട് ദിസ് ഇസ് എ പാസ്റ്റ് തിങ്. ഇനി നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. വി ഓൾറെഡി നോ ദിസ് ഹാപ്പൻഡ്, ബട്ട് ദിസ് ഇസ് എ ഫ്യൂച്ചർ ഇവൻറ്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ പാസ്റ്റ്. ഇനി ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഓൺ സൺഡേസ് ഹി വുഡ് ഗോ ഫോർ എ വോക്ക്. മേ ബി ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഡെഡ് പേഴ്സൺ. ഒരു മരിച്ച ആളുടെ ഒരു കാര്യമായിരിക്കും പറയുന്നത്. പുള്ളിയുടെ ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഹാബിറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഓൺ സൺഡേസ് ഹി വുഡ് ഗോ ഫോർ എ വോക്ക്. സോ ഇറ്റ് കൺവേസ് എ റെക്കറിങ് പാസ്റ്റ് ഹാബിറ്റ്. റെഫ്യൂസൽ ഇൻ ദ പാസ്റ്റ്, അതിന് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. വുഡ് പ്ലസ് നോട്ട് ക്യാൻ ഷോ റിഫ്യൂസൽ ഇൻ ദ പാസ്റ്റ്.
I asked him to try yoga, but he wouldn't hear about it. So it shows a refusal in the past. He wouldn't do it. He wouldn't hear about it. Okay. Now, need. The use of need as both a regular verb and an auxiliary verb are accurate. Here, a summary. അപ്പം നീഡ് ഇതൊക്കെ സാധാരണ നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട് പൊതുവേ. പക്ഷേ അത് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നീഡിൻ്റെ റെഗുലർ വെർബായിട്ടുള്ള യൂസേജ് നോക്കാം. Need takes the same form for all persons, numbers, and in both present and past tenses when used as a regular verb. Example, he needs to be told that we do not encourage it. He needed to be helped at every stage. ഇത് റെഗുലർ വെർബിൻ്റെ യൂസേജ് ആണ്. അവിടെ നീഡിൽ എന്താണ് വി ക്യാൻ സി പാസ്റ്റ് ഫോം കാണിക്കാൻ വേണ്ടി ഇ ഡി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രസൻറ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റെഗുലർ ഒരു വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഒരു ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ചേഞ്ച് നീഡിൽ വരുന്നില്ല. So auxiliary verb usage of need. Need as an auxiliary verb is employed in interrogative or negative sentences and assertive sentences with qualifying clauses. Need I come? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓക്സിലറി ആയിട്ടാണ് ഇവിടെ നീഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നീഡിന് പകരം മറ്റൊരു ഓക്സിലറി ആഡ് ചെയ്ത് നോക്കിയേ. ഷുഡ് ഐ കം? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലേ. സോ നീഡ് ഐ കം, ഇവിടെ നീഡ് ഒരു ഓക്സിലറി ആണ്. നോ, യു നീഡ് നോട്ട് കം. യു നീഡ് കം ഓൺലി ഇഫ് യു ആർ സെൻറ്റ് ഫോർ. നോക്കി, ഇവിടെ ഓക്സിലറി ആണ്. നീഡ് കഴിഞ്ഞിട്ട് എന്താണ്, യു നീഡ് നോട്ട് കം ഓൺലി ഇഫ് യു ആർ സെൻറ്റ് ഫോർ. നീഡ് എന്ന് പറഞ്ഞാൽ ഒരു V1 ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പാസ്റ്റ് കൺസ്ട്രക്ഷൻസ് യൂസിങ് need. Two past constructions are possible with need as an auxiliary verb. Need not have and did not need to. നീഡ് വെച്ചിട്ടുള്ള പാസ്റ്റ് കൺസ്ട്രക്ഷൻസ് ആണ് നീഡ് നോട്ട് ഹാവും ഡിഡ് നോട്ട് നീഡ് ടുവും. അത് രണ്ട് അർത്ഥങ്ങളാണ് വരുന്നത്. നീഡ് നോട്ട് ഹാവ് എന്ന് പറയുമ്പം നമ്മളൊരു കാര്യം ചെയ്തു പക്ഷെ അത് വേണ്ടിയിരുന്നില്ല. ഡിഡ് നോട്ട് നീഡ് ടു എന്ന് പറയുമ്പം നമ്മൾ ആ കാര്യം ചെയ്തില്ല, അത് ചെയ്യേണ്ടി വന്നില്ല, അതിന് പകരം മറ്റൊരു ആക്ഷൻ സംഭവിച്ചത് കൊണ്ട്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഐ നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ, ദ ഓഫീസർ വാസ് ഓൺ ലീവ്. അത് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? എഫേർട്ട് ഞാൻ ചെയ്തു, അതായത് ഞാൻ അവിടെ പോയി പക്ഷേ പോകേണ്ടിയിരുന്നില്ല, കാരണം ഓഫീസർ ലീവിലായിരുന്നു. ദ ആക്ഷൻ വാസ് അൺനെസസറി. ഐ ഡിഡ് നോട്ട് നീഡ് ടു ഗോ ദെയർ, ഐ മെറ്റ് ദ ഓഫീസർ ഓൺ ദ വേ. ഐ ഡിഡ് നോട്ട് നീഡ് ടു ഗോ ദെയർ എന്ന് വെച്ചാൽ ഞാനവിടെ പോകേണ്ടി വന്നില്ല കാരണം ഓഫീസറിനെ ഞാൻ വഴി വെച്ച് കണ്ടതുകൊണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എഫേർട്ട് വാസ് സേവ്ഡ് ബിക്കോസ് ഇറ്റ് വാസൻറ്റ് റിക്വയർഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇനി നെക്സ്റ്റ് ഒരു ഓക്സിലറിയാണ് ഡെയർ. ഇത് ഒരു സെമി മോഡൽ വേർബാണ്. ഡെയർ, നീഡ് ഒക്കെ യൂസ് ടു, ഔട്ട് ടു, ഇതൊക്കെ സെമി മോഡൽസ് ആണ്. സോ ഇത് മോഡൽ വേർബ് പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡെയർ ഇസ് എ മോഡൽ വെർബ് മീൻസ് ടു ഹാവ് ദ കറേജ് ടു ഡു സംതിങ്. ഡെയറിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നൊരു കോമൺ മീനിങ് ആണ് അതിനുള്ളത്. As a model verb, dare is typically used in negative and interrogative sentences and it is followed by a bare infinitive verb without to. Dare നമ്മൾ ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, എസ്പെഷ്യലി നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൻറ്റൻസ്, ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ എന്താണ്, ടു യൂസ് ചെയ്യേണ്ട, ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുക. പക്ഷേ ആ വെർബിൻ്റെ കൂടെ നമ്മൾ ടു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് ഡു യൂസ് ചെയ്യേണ്ട കാര്യവും ഇല്ല. എക്സാമ്പിൾസ് നോക്കുന്നതിന് മുന്നേ ഒരു കമ്പാരിസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെയർ എസ് എ മോഡൽ വെർബ്, ഡെയർ എസ് എ മെയിൻ വെർബ് എന്ന് പറഞ്ഞ് കുറച്ച് കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. മോഡൽ വെർബിൽ നോ വൺ ഡെയർ ഗോ ദെയർ,
നോ വൺ ഡെയർസ് ടു ഗോ ദെയർ എന്ന് പറയുമ്പം അത് അവിടെ ഡെയർ ഒരു മെയിൻ വെർബായി. പക്ഷേ നോ വൺ ഡെയർ ഗോ ദെയർ എന്ന് പറയുമ്പോൾ അത് ഈ സിറ്റുവേഷനിൽ ഡെയർ മോഡൽ വെർബാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഇവിടെ ഓക്സിലറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാകും. സോ മോഡൽ വെർബായിട്ട് ഓക്സിലറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ടു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോ സെൻസിബിൾ ഡ്രൈവർ ഡെയർ റിസ്ക് ദാറ്റ് ചാൻസ് എന്ന് പറയുമ്പോൾ അത് മോഡൽ വെർബായിട്ട് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. നോ വൺ ഡെയർസ് ടു ഗോ ദെയർ, ടു ഗോ ദെയർ, ഡെയർസ് ടു, ഡെയറിൻ്റെ കണ്ടോ, ഡെയറിന് നമ്മൾ ഡെസ്സും ആഡ് ചെയ്തു, പിന്നെ ഒരു ടൂവും ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഡെയർ ഇസ് ആക്ടിങ് ആസ് എ മെയിൻ വെർബ്. ഇനി നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഓക്സിലറി വെർബ് ഡെയർ വെൻ ആക്ടിങ് ആസ് നെഗറ്റീവ്, നമ്മൾ ഡെയർ നോട്ട്, ഡെയറിൻറ്റ് എന്നൊക്കെ എഴുതും. ഐ ഡെയറിൻറ്റ് തിങ്ക് ഹൗ മെനി വിക്ടിംസ് ദെയർ ആർ, ഐ ഡെയറിൻറ്റ് ടെൽ ഹിം, ഐ ഡെയർ നോട്ട് സേ വാട്ട് ഐ തിങ്ക്. അവിടെ കണ്ടോ നമ്മൾ ഡു യൂസ് ചെയ്യുന്നില്ല, ഐ ഡു നോട്ട് ഡെയർ എന്ന് നമ്മൾ എഴുതുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതുന്ന ഐ ഡെയർ നോട്ട് സേ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഡു എന്നുള്ള ആ ഒരു ഓക്സിലറി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഡെയർ തന്നെ ഇവിടെ ഒരു ഓക്സിലറിയാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡെയർ ഇസ് എ മോഡൽ വെർബ് ഓൾസോ ഒക്കേഴ്സ് ഇൻ ഇൻറ്റർഗേറ്റീവ് സെൻറ്റൻസസ് ബട്ട് ദിസ് യൂസ് ഇസ് വെരി ഫോമൽ. ഡെയർ എനിവൺ ഡു ദാറ്റ്, ഡെയറിൻറ്റ് ഹീ ഗോ ദെയർ, ഡെയർ ഹീ ടെൽ ഹർ ദ ട്രൂത്ത്. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡെയർ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ച് ഫോർമൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെയർ ഹീ ടെൽ ഹർ ദ ട്രൂത്ത്, ഇവിടെ ഡിഡ് ഹീ ഡെയർ ടെൽ ഹർ ദ ട്രൂത്ത് എന്നായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷനിൽ ഡെയർ മെയിൻ വെർബ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ ഡിഡൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഡെയർ ഹീ ടെൽ ഹർ ദ ട്രൂത്ത്, ഈ സിറ്റുവേഷനിൽ ഡെയർ ഒരു ഓക്സിലറിയാണ്. ഇനി പാസ്റ്റ് ടെൻസിൽ ഡെയർ എന്താണ്, മെയിൻ വെർബായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ആൻഡ് ഓക്സിലറി ആയിട്ട് ആക്ട് ചെയ്യാറില്ല. കാരണം അവിടെ ഒരു ഡിഡിൻ്റ് വരുന്നുണ്ട്. ഐ ഡിഡിൻറ്റ് ഡെയർ സേ എനിത്തിങ് ഫോർ ഫിയർ ഓഫ് ഒഫെൻഡിങ് ഹിം. ആ സിറ്റുവേഷൻസിലൊക്കെ ഡെയർ മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓൺലി എ ഫ്യൂ ജേർണലിസ്റ്റ് ഡെയർഡ് ടു കവർ ദ സ്റ്റോറി, ഇവിടെയും മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ പാസ്റ്റ് ടെൻസിൽ ഡെയർ എപ്പോഴും മെയിൻ വെർബായിരിക്കും. ഇനി മറ്റു കുറച്ച് ഫ്രേസസ് നോക്കാം കോമൺ ആയിട്ട് ഉള്ളത്. ഐ ഡെയർ സേ യുവ് ഹേർഡ് അബൌട്ട് ഹർ, ഡെയർ സേ. ഡെയർ സേ നമ്മൾ യൂസ് ചെയ്ത് നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോഴാണ്. ഐ ഡെയർ സേ യുവ് ഹേർഡ് അബൌട്ട് ഹർ, നമ്മൾ ഡെയർ സേ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് വൺ ബിലീവ്സ് ദാറ്റ് സംതിങ് ഈസ് ട്രൂ. ഹൗ ഡെയർ യു, ഇത് നമ്മൾ നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്ന് നമ്മളൊരു ഇൻഡിഗ്നേഷൻ, നമ്മൾ പുച്ഛത്തോടെ ചോദിക്കുകയല്ലേ, അതിനാണ് നമ്മൾ ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്. അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസാണ്. ഡോണ്ട് യു ഡെയർ, ഇത് നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്താനായിട്ട് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഡോണ്ട് യു ഡെയർ ടച്ച് മീ, ഡോണ്ട് യു ഡെയർ ടോക്ക് ടു മീ, ഡോണ്ട് യു ഡെയർ സ്ലാപ്പ് മീ. അപ്പോൾ നമ്മളൊരു ഭീഷണിയാണ്, അത് നമുക്ക് ഡെയർ യൂസ് ചെയ്യാം. സോ when we are using dare as an auxiliary, avoid this mistake. How dares he tell me, നമ്മൾ പറഞ്ഞു ഡെയറിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓക്സിലറി അത് V1 ഫോമിൽ തന്നെ യൂസ് ചെയ്യുക. സോ ഹൗ ഡെയർ ഹി ടെൽ മീ വാട്ട് ടു ഡു, അങ്ങനെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സോ അവോയ്ഡ് ദാറ്റ് എസ്, കാരണം മോഡൽ വെർബ്സ് എന്താണ്, ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. ടെൻസ് അനുസരിച്ച് മോഡൽ വെർബ്സ് ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. ഹൗ ഡെയർ യു ടു സജസ്റ്റ്, നമ്മൾ പറഞ്ഞു ടു നമ്മൾ യൂസ് ചെയ്യാറില്ല. ഹൗ ഡെയർ യു സജസ്റ്റ് എന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇൻഫിനിറ്റീവ് കഴിഞ്ഞിട്ട് ടു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് യൂസ് ടു. ദിസ് ഈസ് ഓൾസോ എ സെമി മോഡൽ. ദ ഫോളോയിങ് മേ ബി നോട്ടഡ് അബൌട്ട് യൂസ് ടു. ഇറ്റ് ഷോസ് എ പാസ്റ്റ് ഹാബിറ്റ്, ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ടു യൂസ് ചെയ്യാം. വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഐ യൂസ് ടു റൈറ്റ് പോംസ്. നമ്മുടെ ഒരു പാസ്റ്റ് ഹാബിറ്റാണ്, നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. യൂസ് ടു, ഐ യൂസ് ടു ഡു ദാറ്റ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇൻ്ററഗേറ്റീവ്. ഡിഡ് യു യൂസ് ടു ഗോ ദെയർ, ഡിഡ് യു യൂസ് ടു ഗോ ദെയർ, ഡിഡ് യു യൂസ് ടു ഗോ ദെയർ, രണ്ട് രീതിയിലും ചോദിക്കാം. പക്ഷേ ഡിഡ് ഉള്ളത് കൊണ്ട് യൂസ് ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ചോയ്സ്. ഡിഡ് യു യൂസ് ടു ഗോ ദെയർ, യൂസ് അവിടെ പാസ്റ്റ് ആക്കണ്ട. നെഗറ്റീവ് ഫോംസ് കാണിക്കാൻ വേണ്ടി, നെഗറ്റീവ് ഫോംസ് ക്യാൻ ബി
ഹാഡ് വിത്ത് ഓർ വിത്തൗട്ട് ഡു. നെഗറ്റീവ് ഫോംസ് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഡു വെച്ചും യൂസ് ചെയ്യാം, ഡു ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഡിഡൻറ്റ് യൂസ് ടു ലൈക്ക് കോഫി. ഐ ഡിഡൻറ്റ് യൂസ് ടു ലൈക്ക് കോഫിയിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്തു. മറ്റൊരു ഓപ്ഷൻ ഐ യൂസ്ഡ് നോട്ട് ടു ലൈക്ക് കോഫി. ഐ യൂസ്ഡ് നോട്ട് ടു ലൈക്ക് കോഫി. ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ടുവിൻ്റെ നെഗറ്റീവ്സ് കാണിക്കാനായിട്ട് സാധിക്കും. ഇനി യൂസ് ടുവിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ. The difference in pronunciation between used to indicating past habit and used to meaning accustomed to is due to the way the word has evolved in usage. അപ്പം പൊതുവെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ ഈ രീതിയിലൊരു പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പാസ്റ്റ് ഹാബിറ്റ് കാണിക്കുന്ന യൂസ് ടു നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീട്ടിയാണ് പറയുന്നത്. യൂസ് ടു അവിടെ എസ് ഒന്ന് വോയിസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ശീലം, ഇപ്പോഴത്തെ ഒരു ശീലമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ യൂസ് ടു എന്താണ് കുറച്ചും കൂടെ ക്രിസ്പായിരിക്കും. യൂസ്ഡ് അത്രേ ഉള്ളൂ. അവിടെ എസ് വോയിസ്ഡ് അല്ല. സോ രണ്ട് എക്സാമ്പിൾസ് നോക്കാം. യൂസ് ടു ഫോർ പാസ്റ്റ് ഹാബിറ്റ്. ഐ യൂസ് ടു പ്ലേ ദ പിയാനോ വെൻ ഐ വാസ് എ കിഡ്. ഐ യൂസ്ഡ്. ഓക്കെ, യൂസ്ഡ്. യൂസ് ടു ഫോർ അക്കസ്റ്റം ടു. ഐ എം നോട്ട് യൂസ് ടു സ്പൈസി ഫുഡ്. ഐ എം നോട്ട് യൂസ് ടു സ്പൈസി ഫുഡ്. അവിടെ പെട്ടെന്നാണ് പറഞ്ഞു യൂസ് ടു. അത് നമ്മുടെ ഇപ്പോഴത്തെ ഹാബിറ്റ് പറയാനായിട്ടാണ് രണ്ടാമത്തെ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു കോമൺ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഓക്സിലറി